ഹിന്ദിയിൽ നിന്നും ആനിമൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അതിനുശേഷം കിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഞാൻ ഈ സിനിമകളുടെ പ്രൊമോട്ടറൊന്നുമല്ല. നമ്മൾക്ക് മലയാളത്തിലേക്ക് മാർക്കോ വന്നു. എന്നാൽ ഈ സിനിമകളൊക്കെ ഒരുപാട് പണം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമകൾക്കകത്തെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. മദ്യപാനോ പുകവലി ആരോഗ്യത്തിന് ഹാനികരം താഴെ എഴുതി കാണിക്കുന്നുണ്ട്. കത്തിക്കുത്തും കൊലപാതകവും തോക്കിൻ്റെ പടയും കാണിക്കുന്നതിന് താഴെ ഇത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്, ഇത് യഥാർത്ഥമല്ല, ഈ വ്യക്തികൾ ഇത് കുട്ടികളെ അനുകരിക്കരുതെന്നുള്ള പോസ്റ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് കുട്ടികളുടെ മനസ്സ് എന്താ എടുക്കുന്നത്? മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, നാർക്കോട്ടിക് ഡ്രഗ്സും ഉപയോഗിക്കുന്നത് ശരിയല്ല, ഇത് രണ്ടും എഴുതി കാണിക്കുന്നുണ്ട്. കൊല്ലാം. ഇത്തരത്തിലുള്ള പല സിനിമകൾക്കകത്തൂടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നതിൻ്റെ അകത്തും പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ ഓൺലൈൻ മാധ്യമങ്ങളിലായിക്കോട്ടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ്. ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായ എത്തിക്സൊക്കെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ ഈ സിനിമാ പ്രവർത്തകരെയോ അതിൻ്റെ അണിയർ പ്രവർത്തകരെയോ, കാരണം ഞാൻ ഈ സിനിമയും ഒക്കെ ആയിട്ടും അണിയർ പലരുമായിട്ടും ഒരു തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളുള്ളതാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ മാസ് സൈക്കോളജിക്കൽ ഹിപ്നോസിസ് പ്രോസസ്സാണ് ഒരു സിനിമ. ക്രിമിനൽ മൈൻഡ് സെറ്റും കൂടെ ബിൽഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഇവർ കാണുന്ന സിനിമകൾ, ഇവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഇവർ ക്രിയാത്മകതയാണ് കൂടിയിട്ട് അവർ അതിനകത്തൊരു പ്ലഷർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇതിനെ അതിജീവിക്കാൻ പറ്റാതെ പലപ്പോഴും തകർന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആരോടും പങ്കുവെക്കാൻ പോലും പറ്റാത്തൊരു മനക്ലേശത്തിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പോയത്. ഇരയായി മാറിയ അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഈ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതും കുറച്ച് കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് പണ്ട് റാഗിങ്ങിൻ്റെ പേരിലാണെന്ന് നമ്മൾ പറയുന്നു, അത് അതിക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ അത്രമാത്രം അവഹേളന വരുന്ന രീതിയിൽ മനസ്സ് മുറിയുന്ന രീതിയിലേക്ക് റാഗിങ് ചെയ്തു എന്ന് പറയുന്നതും തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുപോലുള്ള കുട്ടികളാകുമ്പോൾ താൻ കൂടുതൽ കളിച്ചാൽ താൻ വിവരം അറിയുന്ന ലെവലിലേക്ക് കുട്ടിയുടെ ഭാഷ മാറി തുടങ്ങി. ഈ ഭാഷയുടെ റിഫ്ലക്ഷനാണ് അവിടെ കണ്ടത്. കുടിച്ചില്ലെങ്കിൽ, വലിച്ചില്ലെങ്കിൽ, ടെറർ കാണിച്ചില്ലെങ്കിൽ, ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നമുക്കത് കുറവാണെന്ന് പറയപ്പെടുന്നൊരു വൈബിലേക്ക് അല്ലെ അത്തരത്തിലൊരു ട്രെൻഡ് കയറി വരുമ്പോൾ മാതാപിതാ ഗുരുദൈവം ഇപ്പോൾ എവിടെയുള്ളത്? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ചിലർ സ്വയം ഇല്ലാതാവുമ്പോൾ ചിലർ വയലൻസിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് സ്വയം എത്തുന്നത്. കുട്ടികൾക്കിടയിലെ ക്രൈം റേറ്റ് ഉയരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായ വിപിൻ റോൾഡൻ്റാണ് ഈ ഒരു വിഷയത്തിലേക്ക് സംസാരിക്കാൻ ചേരുന്നത്. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഏറ്റവും റീസെൻ്റായി നടന്നൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് നിലകളുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ 26-ാം നിലയിൽ നിന്നൊരു കുട്ടി റാഗിങ്ങിനെ സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് എടുത്ത് ചാടുകയും ആ കുട്ടി സ്വയം ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നു. അത് ജനുവരി 15-ാം തീയതിയാണ് ആ ഇൻസിഡൻറ്റ് നടക്കുന്നത്. നടൻ പൃഥ്വിരാജ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. സഹാനുഭൂതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പാഠം, അത് വീടുകളിലായാലും സ്കൂളുകളിലായാലും കുടുംബങ്ങളിലായാലും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളും കുട്ടികളെ പറ്റിയുള്ള കൺസേണും അവരുടെ മൊത്തത്തിലുള്ള ചിന്താരീതിയും അതിലേക്ക് വയലൻസ് വരുന്നതിൻ്റെ അളവിനെ പറ്റിയൊക്കെ ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്താ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമുക്കിത് തീർച്ചയായിട്ടും ഈ വിഷയം സെലക്ട് ചെയ്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇത് വേദന നിറഞ്ഞ ഒരു കാലം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നുക. കൺസൾട്ടേഷൻസിൽ വരുമ്പോഴും പഴയ കുട്ടികളല്ല നമുക്കിപ്പോൾ വരുന്നത്. കുട്ടികളുടെ ഋതം മാറിയാണ്. ഇത് കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്കറിയില്ല. കാരണം കുട്ടികൾ ഈ സമൂഹത്തിൽ തന്നെയാണ് വളരുന്നത്. അവരെന്ത് കാണുന്നോ അവരെന്ത് കേൾക്കുന്നോ അത് അവരെ അനുകരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കേസ് തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായൊരു കേസാണ്. അപ്പോൾ ഒരുപക്ഷെ വാർത്തയിൽ കണ്ടതനുസരിച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല, വാർത്തയിൽ കണ്ടതനുസരിച്ചിട്ട് ഇപ്പോൾ ഇരയായി മാറിയ അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഈ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചതും കുറച്ച് കുട്ടികൾ തന്നെയാണ്. അതെ. അപ്പോൾ കുട്ടികൾക്ക് പണ്ട് റാഗിങ്ങിൻ്റെ പേരിലാണെന്ന് നമ്മൾ പറയുന്നു, അത് അതിക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ അത്രമാത്രം അവഹേളന വരുന്ന രീതിയിൽ മനസ്സ് മുറിയുന്ന രീതിയിലേക്ക് റാഗിങ് ചെയ്തു എന്ന് പറയുന്നതും തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുപോലുള്ള കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ്? പണ്ടൊക്കെ നമുക്ക് കളിയാക്കാറുണ്ട്, ഒക്കെ പലപ്പോഴും കളിയാക്കലുകളൊക്കെയാണ്, നമ്മളൊക്കെ അതിജീവിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളിയാക്കലുകൾ എന്ന് പറയുന്ന ഈ റാഗിങ്ങൾ എന്ന് പറയുന്ന പോലും അത് ക്രൂരമാകുന്നുണ്ടെങ്കിൽ ഈ ക്രൂരമായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമെന്നുള്ള മോഡലുകൾ കുട്ടികൾ എവിടെ നിന്നാണ് കാണുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മോഡൽ കാണുന്നതും ഈ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. മറ്റ് പത്രവാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും സിനിമകളിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ
സപ്പോസ് സിനിമയ്ക്കെതിരെ പറയുകയല്ല, ചിലപ്പോൾ കൂടുതലായിട്ട് സിനിമയായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റു പല സാധ്യതകളായിട്ടെ, ലോകത്തിൽ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളായിക്കോട്ടെ, ഒരുപക്ഷെ മറ്റ് മാധ്യമങ്ങളിലൂടെ വരുന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടായിക്കോട്ടെ, ഇവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, ഈ രീതിയിൽ അങ്ങ് ചെയ്ത് കളയാമെന്നുള്ള രീതിയിലേക്കുള്ള ടെററുകൾ കൂടി വരുന്ന ഒരു കാലത്ത് ഇതിനെ അതിജീവിക്കാൻ പറ്റാതെ പലപ്പോഴും തകർന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആരോടും പങ്കുവെക്കാൻ പോലും പറ്റാത്തൊരു മനക്ലേശത്തു നിന്നായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് പോയത്. 2 ഡയമെൻഷനാണ് നമുക്കിവിടെ പ്രശ്നം വരിക. ഒന്ന്, ഈ പ്രവൃത്തികൾ ചെയ്ത കൂട്ടുകാരും അവർ പൂർണ്ണ ബോധ്യത്തിലോ സുബോധത്തിലോ ആണ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. അവരും കുട്ടികളാണ്. അവർ തീർച്ചയായിട്ടും ഒരു കറക്ഷന് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട്. കൗൺസിലിങ്ങിലേക്കും ഒരു മാറ്റത്തിലേക്ക് വരേണ്ടതുണ്ട്. അവരുടെ ക്രിമിനൽ മൈൻഡ് സെറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അത് മാറേണ്ടതുണ്ട്. ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്ന കുട്ടിക്ക് അമ്മയോടോ അച്ഛനോടോ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ഇത് തുറന്നു പറയാൻ പറ്റാതെ, അതിൻ്റെ ഷോക്കിൽ നിന്നും മോചനം പ്രാപിക്കാൻ പറ്റാതെ, അതിനെ തുടർന്നാണ് ജീവനൊടുക്കപ്പെടുന്ന തലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ അവിടെ അതും ഒരു വലിയ പ്രശ്നമാണ്. ഏതൊരു പ്രശ്നവും നമുക്കെതിരെ വരുമ്പോഴും ജീവൻ അവസാനിപ്പിക്കുക, ഇല്ലാണ്ടാവുക എന്നതിലേക്ക് ചിന്ത കടന്നു പോകുന്ന തരത്തിലേക്ക് ട്രോമ അല്ലെങ്കിൽ ഹീലിംഗ് കിട്ടപ്പെടാത്ത രീതിയിലേക്കൊരു മനസ്സ് കടന്നു പോയത് വലിയ അപകടകരമാണ്. എന്ത് പ്രശ്നമായിക്കോട്ടെ, അത് അമ്മയോടോ അച്ഛനോടോ തുറന്നു പറഞ്ഞതിന് പരിഹാരത്തിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാൻ തക്കവണ്ണം മനസ്സിനെ പരിശീലിപ്പിക്കാത്ത വിദ്യാഭ്യാസം, അത് ഏത് സിലബസ് ആണെങ്കിലും അതും അപകടകരമാണ്. കാരണം നമുക്ക് പരിക്കുകൾ പറ്റാം, മാനസിക ക്ലേശങ്ങൾ വരാം, ചെറുതും വലുതുമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം, വലിയ ദുരന്തങ്ങൾ കടന്നു പോകാം. അപ്പോൾ ഈ കുഞ്ഞിനത് സാധിച്ചില്ല എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ കുഴപ്പമായിട്ടല്ല ഞാൻ പറയുക, പക്ഷേ തനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമായിട്ടും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ കുട്ടികളെ റാഗ് ചെയ്ത കുട്ടികളെ പറ്റി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് മുമ്പൊക്കെ ഈ മെഡിക്കൽ കോളേജുകളൊക്കെ സംബന്ധിച്ച് നടന്നിട്ടുള്ള ചില റാഗിങ് കേസുകളിലൊക്കെയും ഒരു പടി മുകളിലാണ് അവർ ചെയ്തിട്ടുള്ള റാഗിങ്. അതായത് ടോയ്ലറ്റ് സീറ്റ് നാക്കുകൊണ്ട് നക്കിപ്പിക്കുക, അതുപോലെ വിരലുകൾക്കിടയിൽ നൈഫ് കൊണ്ട് അടിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് വാർത്തകളിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ കുട്ടികൾ ഇപ്പൊ കുട്ടി മറ്റൊരു കുട്ടിയുടെ വേദന തല ക്ലോസറ്റിനകത്ത് വെച്ച് ഫ്ലഷ് ചെയ്യുക, അപ്പൊ ഈ ഇങ്ങനത്തെ ക്രൂരകൃത്യങ്ങളിലേക്കൊക്കെ ഇവരെ തള്ളുന്നത് എന്താണ്? അതിന് അപ്പൊ നഷ്ടപ്പെട്ട കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ പ്രതീക്ഷ ഇനി വരുന്ന ആ കുട്ടികളിലാണ്. അവരാണ് നമ്മുടെ രാജ്യത്തെയും സമൂഹത്തെയും ഒക്കെ നയിക്കേണ്ടത്. അവരെ ഇത്രയും ക്രൂരമാക്കി ചെയ്യാൻ, ഒരാൾക്ക് വേദന ഉണ്ടാവുമ്പോൾ അത് ആസ്വദിക്കുക, മരണം പോലും അവർ ഇൻസ്റ്റാഗ്രാമിൽ ആസ്വദിച്ചു എന്നാണ് ആ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സഹപാഠികൾ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് എവിടെയാ പിഴയ്ക്കുന്നത്? നമ്മളിതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയേണ്ടി വരുമ്പോഴേക്കും ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് വരുന്ന പല കാര്യങ്ങളുടെയും ഒരു റിഫ്ലക്ഷൻ പറയേണ്ടി വരും. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാശയം മനസ്സിലാക്കിയത് പറയാൻ പറ്റും. ഒരു കാലത്ത് ടി വി അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾ ടി വി കൂടുതൽ കാണുന്നു, ടി വിയിലൂടെ കണ്ട് അവർ മോശം കാര്യങ്ങളിലേക്ക് പോകുന്നു. ടി വി ഇപ്പോൾ അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടാവും തീർച്ചയായിട്ടും. ഓൺലൈൻ ആസ്പെക്ട്സിലേക്ക് വന്നപ്പോൾ, സോഷ്യൽ മീഡിയയുടെ ആസ്പെക്ട്സിലേക്ക് വന്നപ്പോഴേക്കും ലോകം മുഴുവൻ നടക്കപ്പെടുന്ന ഏത് കാര്യവും നമുക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരുപാട് വീഡിയോസ് ഉള്ള പോലെ തന്നെ ഏത് രീതിയിലേക്ക് മോശം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോകളൊക്കെ അവൈലബിൾ ആകുന്ന രീതിയിൽ ലോകം മുഴുവൻ ഒരു പ്ലാറ്റ്ഫോം, ഇൻ്റർനെറ്റ് വന്നതിൻ്റെ, കോവിഡ് കാലത്ത് അത് കൂടുതലായിട്ട് ആളുകൾ ഇതിലേക്ക് കണ്ടതിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്ട്സുകളാണ് വന്നു തുടങ്ങിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം. ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ അടിസ്ഥാന മനഃശാസ്ത്രം എന്താണ്? ഏതൊരു മനുഷ്യൻ്റെയും ഈ കുട്ടി എന്ത് കാണുന്നോ അതനുകരിക്കും, എന്ത് കേൾക്കുന്നോ അതിനെ എങ്ങനെ അവരുടേതായ രീതിയിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നോക്കും. അപ്പോൾ കുട്ടി കാണുന്ന സിനിമകൾ, അവർ കടന്നു പോകുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ തലങ്ങളിലൂടെ അവർ കിട്ടുന്ന വിവരങ്ങൾ, അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന അതിനൂതനമായ കാര്യങ്ങളെല്ലാം ചേർത്ത് ക്രിയേറ്റീവ് ആകണം എന്നാണല്ലോ നമ്മൾ ആൾക്കാർ പറയുക. ക്രിയാത്മകതയുടെ കൂടെ ക്രൈമും കൂടെ വന്നു കഴിയുമ്പോഴേക്കും അവർ ഏറ്റെടുക്കുന്ന ഏതൊരു ദൗത്യത്തിലും ഈ ക്രിമിനൽ മൈൻഡ് സെറ്റും കൂടെ ബിൽഡ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഇവർ കാണുന്ന സിനിമകൾ, ഇവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഇവർ ക്രിയാത്മകതയോടെ കൂടിയിട്ട് അവർ അതിനകത്തൊരു പ്ലഷർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദന, അത് അനുഭവിക്കുന്ന വേദന ഇവർക്ക് ആനന്ദമായി മാറുന്നു. ഇതെവിടെയാണ് നമ്മൾ കാണുക? ഈ ആനന്ദം കാണുന്നപ്പോഴാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഹിന്ദിയിൽ നിന്നും ആനിമൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതിന് ആ ആനിമലിന് എല്ലാവരും കൈയടിച്ചു.
ഓക്കെ, സ്വന്തം പിതാവിനോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതിനെ ആനന്ദത്തോടു കൂടി കണ്ടു. അതിനുശേഷം കിൽ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഞാൻ ഈ സിനിമകളുടെ പ്രൊമോട്ടറൊന്നുമല്ല, പക്ഷേ ഞാൻ ഈ സിനിമകളെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ കിൽ എന്ന സിനിമ കണ്ടപ്പോഴും അതൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യുക. സെൻസർ ബോർഡ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലായിരിക്കും വന്നത്. നമ്മൾക്ക് മലയാളത്തിലേക്ക് മാർക്കോ വന്നു, അവിടെയും എന്താണ് കഥാപാത്രം സ്ക്രിപ്റ്റിലേക്കൊന്നും പോകുന്നില്ല. ഈ സിനിമകളൊക്കെ ഒരുപാട് പണം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമകൾക്കകത്തെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് കൊല്ലേണ്ടത്, കത്തി എങ്ങനെയാണ് കുത്തിയിറങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് കണ്ടു വളരുന്ന കുട്ടി ഓക്കെ നാളെ മുതൽ കൊലപാതകത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്കല്ല വരുന്നത്. കാരണം അവൻ്റെ മുമ്പിൽ ഒരു ടെറർ കിട്ടി, ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഓക്കെ, അതിനകത്ത് നായകൻ ശക്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുക, നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നു വരുമ്പോഴേക്കും മരണത്തോട് പേടിയില്ലാണ്ടായി, കൊലപാതകങ്ങളോട് പേടിയില്ലാണ്ടായി. ഞാൻ ഈ 3 സിനിമകളെ റെഫർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സിനിമ, രജനീകാന്തിൻ്റെ സിനിമയ്ക്കകത്ത് എനിക്കൊന്ന് മലയാളിയായ ഒരു നടൻ വില്ലനായിട്ട് അഭിനയിച്ചതിൻ്റെ അകത്തും ഒക്കെ എനിക്ക് തോന്നുന്നു അതിനകത്തും ഇതിൽ തലവെട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താണ് ആസിഡിനകത്തേക്ക് പോകുന്നു, ഈ ആസിഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈവൻ അത് ബേസിലെ അടിസ്ഥാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ച മറ്റൊരു സിനിമയ്ക്കകത്ത് ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പല സിനിമകൾക്കകത്തൂടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നതിൻ്റെ അകത്തും പത്രമാധ്യമങ്ങളിലായിക്കോട്ടെ ഓൺലൈൻ മാധ്യമങ്ങളിലായിക്കോട്ടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോവുകയാണ്. ഈ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇപ്പം ഒരു മരണം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ പലപ്പോഴും വാർത്തകൾക്കകത്തില്ല. ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായ എത്തിക്സൊക്കെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മരണമായിക്കോട്ടെ അല്ലെങ്കിൽ കൊലപാതകമായിക്കോട്ടെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുമ്പോഴേക്കും ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇത് കാണുന്ന കുട്ടി പക്വതയില്ലാത്ത മനസ്സുകൊണ്ട് ഇവൻ ആർജിക്കുന്ന അറിവാണിത്. പരീക്ഷയ്ക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി മാത്രമല്ല. അപ്പോൾ അവൻ ആർജിക്കുന്ന ഈ അറിവ് കൊണ്ട് അവൻ്റെ ഉള്ളിലും ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് യഥാർത്ഥത്തിൽ ഫോം ചെയ്യപ്പെടുകയാണ്. അവരതിനെക്കുറിച്ച് ക്യൂരിയസ് ആണ്. ഈ കത്തി എങ്ങനെ കുത്തിയിറക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ സംഭവിക്കപ്പെടുന്ന എല്ലാം വിഷ്വൽ ദൃശ്യമാധ്യമങ്ങളിലുണ്ട്, മറ്റു മാധ്യമങ്ങളിലുണ്ട്, ഒറിജിനലി സംഭവിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പെട്രോൾ എങ്ങനെ ഒഴിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു, എത്ര കാനയിലാണ്, എന്തോരം വേണം, എങ്ങനെ തീ കൊളുത്തണം, ഇതെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ പണ്ടാണെങ്കിൽ നമുക്ക് ഒരു പത്രത്തിൽ റിപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ, വിഷ്വൽ മെമ്മറി ഇല്ല. ഇവിടെ വിഷ്വൽ മെമ്മറി ആക്ടിവേറ്റഡ് ആണ്. കാരണം എല്ലാം വിഷ്വലാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഏതെങ്കിലും കാര്യത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എവിടെയോ നമ്മൾ ഈ ധർമ്മങ്ങളൊക്കെ മറന്നപ്പോൾ ഇരയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ കത്തിയും തോക്കും വടിവാളും ഒക്കെ ആയിട്ട് കടന്നു വരേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നിരപരാധികളായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുട്ടികൾ തന്നെ ഇപ്പോൾ കൊലപാതകികളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പ്രേരണാ കുറ്റത്തിലേക്ക് വരുന്നു. മറ്റു ചില കുട്ടികളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇവർ കണ്ട് കേട്ട് വളർന്നു വരുന്ന ഈ സമൂഹത്തിനകത്ത് പുറത്തേക്ക് വിടുന്ന പല കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുകയോ എഡിറ്റ് ചെയ്യപ്പെടുകയോ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മതയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യേണ്ടതുണ്ടെന്നുള്ള ധർമ്മം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വന്നാലായിരിക്കും കൂടുതൽ ആളുകൾ കാണുക. അതൊരു നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെയും കൂടെ ആവശ്യമായിരിക്കാം. പക്ഷേ പത്രധർമ്മമെന്നും മാധ്യമധർമ്മമെന്നും ഒക്കെ പഠിക്കപ്പെടുന്ന മനഃശാസ്ത്രത്തിൻ്റെയും ഭാഗമായിട്ട് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നതൊക്കെ എവിടെയൊക്കെയോ പോയതുമൊക്കെയും അറിഞ്ഞോ അറിയാതെ ഇപ്പോൾ ആരുടെയും കൺട്രോളില്ലാത്ത രീതിയിലേക്ക് ഇത് പോയി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഫിൽട്ടറില്ല. അവരാ കാണുന്നത് വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഫാക്ടറും കൂടെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടതാകാം ഇതിന് ഒരു കാരണമായിട്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നത്. അപ്പോൾ ആരെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല, നമ്മളെല്ലാം ഇത് ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം. വളർന്നു വരുന്ന കുട്ടി കാണുന്നത് അനുകരിക്കും, അവർ കേൾക്കുന്നതിലേക്ക് ഫോളോ ചെയ്യാൻ നോക്കും. എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ടീനേജാണ്, എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു താളവും മനസ്സും ഉള്ള സമയമാണ്. അപ്പോൾ ഒരു ഇരയെ കിട്ടിയപ്പോൾ അവർക്ക് പഠിച്ച പല സാധനങ്ങളും അവർ പോലും അറിയാതെ അവരിലേക്ക് ആക്ട് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് അവരും ഇരകളായി, അവർ ഒരു രീതിയിൽ ഇരകളായി, അവർക്കെതിരെ കേസും മറ്റു കാര്യങ്ങളൊക്കെ വന്നേക്കാം, അവരുടെ കുടുംബം പെട്ടു, നമുക്ക് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരത്തിൽ ഒട്ടനവധി കേസുകൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മേഖലയിലേക്കാണെങ്കിലും ചലച്ചിത്രമായിക്കോട്ടെ മറ്റു മേഖലയായിക്കോട്ടെ ഏത് കാര്യമാണെങ്കിലും കുറച്ചുകൂടെ അത് സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ എങ്ങനെ കൂടുതൽ കൊല്ലാമെന്നും എങ്ങനെ കൂടുതൽ ജീവൻ നഷ്ടപ്പെടുത്താമെന്നുള്ളതിലേക്ക് തലത്തിലേക്ക് വരുമ്പോൾ ജീവൻ കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദീകരണങ്ങൾ കൂടുമ്പോൾ കുട്ടികൾ കാണുന്നത് അവിടുത്തെ സാധ്യതകളെ പറ്റി കൂടിയാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ഞാനൊരു കോളേജിൽ ഒരു ആൾക്കാർക്ക് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. ഒരു ഓപ്പൺ മാസ് കൗൺസിലിംഗ് പ്രോഗ്രാമാണ്. ക്വസ്റ്റ്യൻ എഴുതിത്തരാൻ പേര് വേണ്ട. അപ്പോൾ ഞങ്ങൾ വന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാൻഡമായിട്ട് എടുത്തിട്ടാണ് വായിക്കുക. കേരളത്തിലെ വളരെ പ്രശസ്തമായൊരു കോളേജിലാണ്. കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ നമുക്ക് 2000-3000 കുട്ടികളൊക്കെ ഇരിക്കണം.
അത് ക്വസ്റ്റ്യൻ റാൻഡമായിട്ട് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു ചോദ്യം ഇതാണ്, സാർ ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം, ഇതാണ് ചോദ്യം. അപ്പോൾ ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് 8-10 വർഷം മുമ്പത്തെ ഒരു സമയമാണ്. ഫണ്ണായിട്ട് ക്വസ്റ്റ്യൻ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. ഫണ്ണാണെങ്കിലും ഇതിന് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ഒളിച്ചോടണോ വേണ്ടയോ അല്ലാതെ തീരുമാനങ്ങളാക്കാവോ, ഇപ്പോൾ അതൊന്നും ആൾക്കാരില്ല. ഒളിച്ചോടുമ്പോൾ എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു ക്രിയേറ്റീവ് ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ അവർ ആധാർ കാർഡ് എടുക്കണോ പാൻ കാർഡ് എടുക്കണോ, പാൻ കാർഡും ആധാർ കാർഡും ഒന്നും ഉള്ളതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻ. എന്ന് പറയുന്ന ആളുകൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും മറ്റ് ചില സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് വളരെ വിചിത്രമാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഈ ആത്മഹത്യയുടെയൊക്കെ റിപ്പോർട്ടിങ്ങിന് താഴെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധനെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പറൂടെ കൊടുത്തുകൊണ്ട് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമകളിലെ വളരെ രസകരമായൊരു കാര്യം പറയാം. എനിക്ക് പൃഥ്വിരാജ് പറഞ്ഞ ആ കുറിപ്പ് ഞാൻ വായിച്ചില്ല, എങ്കിലും പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞത് സഹാനുഭൂതിയും ദയയും നന്മയും ഒക്കെ വേണമെന്ന് വളരെ ആദരവ് അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന നിലയിലൊക്കെ ഒരുപാട് പ്രതിഭ തെളിയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. നന്മയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ച് എഴുതിയ വാക്കുകളെയൊക്കെ തീർച്ചയായിട്ടും ആദരവോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, അത് പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ ചിന്തിക്കപ്പെടേണ്ടത്, ഏത് സിനിമയിലാണ് ഈ സഹാനുഭൂതി പ്രൊമോട്ട് ചെയ്തുള്ള സിനിമകൾ വന്നിട്ടുള്ളത്? ഈ ഫൊർഗീവ്നെസ്സിന് വാല്യൂ കൊടുത്തുകൊണ്ടുള്ള സിനിമ ഇവരാരെങ്കിലും ഇപ്പോൾ ചിത്രീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയം പോലുമില്ല, ഞങ്ങൾ സിനിമയെ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഇവർ സിനിമയിൽ എല്ലാ സിനിമാ പ്രവർത്തകരും അവരുടെ സിനിമയൊന്ന് ഹിറ്റാകാൻ 100 കോടി ക്ലബിലേക്ക് എത്താൻ 150 കോടി ക്ലബിലേക്ക് എത്താനകത്ത് അവർ ടെറർ കൂടുതലായിട്ട് കാണിക്കുന്നു. മദ്യപാനോ പുകവലി ആരോഗ്യത്തിന് ഹാനികരം താഴെ എഴുതി കാണിക്കുന്നുണ്ട്. കത്തിക്കുത്തും കൊലപാതകവും തോക്കിൻ്റെ പടയും കാണിക്കുന്നതിന് താഴെ ഇത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്, ഇത് യഥാർത്ഥമല്ല, ഈ വ്യക്തികൾ ഇത് കുട്ടികളെ അനുകരിക്കരുതെന്നുള്ള പോസ്റ്റ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ ഈ ഒരു ചിന്ത വന്നപ്പോഴാണ് എനിക്ക് 1-2 ഇൻ്റർവ്യൂവിൽ വല്ലത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കാര്യം അത്തരം സീനുകൾ വരുമ്പോഴും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ആനിമൽ കണ്ടിട്ടുണ്ടോ? കില്ലിൽ കണ്ടിട്ടുണ്ടോ? മാർക്കോയെ കണ്ടിട്ടുണ്ടോ? കുത്തി മലത്തുന്ന സീനുകളെല്ലാം സിനിമയുടെ ഇത് യഥാർത്ഥ സംഭവങ്ങളല്ല, സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ കൊലപാതകം വേണ്ട, അങ്ങനെയല്ലെങ്കിൽ കൊലപാതകം, മറ്റൊരാളുടെ ജീവനെടുക്കുന്ന പ്രവൃത്തികൾ ഒന്നും അനുകരിക്കപ്പെടാവുന്നതല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ ഈ മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ എഴുതി കാണിക്കാതെ വരുമ്പോൾ കുട്ടികളുടെ മനസ്സ് എന്താ എടുക്കുന്നത്? മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, നാർക്കോട്ടിക് ഡ്രഗ്സും ഉപയോഗിക്കുന്നത് ശരിയല്ല, ഇത് രണ്ടും എഴുതി കാണിക്കുന്നുണ്ട്. കൊല്ലാം, ഓക്കെ, കൊല്ലുന്നതിന് കുഴപ്പമില്ല, വെടിവെക്കുന്നതിന് കുഴപ്പമില്ല, ബാക്കി എന്ത് ഒരു പക്ഷേ മോശം കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം അതിൻ്റെ താഴെ ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം ഇല്ല. ഇപ്പോൾ നമുക്ക് സാംസ്കാരിക വകുപ്പുണ്ട്, വേറെ പല വകുപ്പുകളുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് താഴെ ഇത്തരത്തിൽ ക്രൈം സീനുകൾ കൂടുമ്പോൾ അതിനെതിരെ മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടതുണ്ട്. ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുന്നതിന് താഴെ മുന്നറിയിപ്പുകൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ മരണത്തെ കാണുമ്പോൾ ഇതൊക്കെയാണ്, എനിവൺ ക്യാൻ ഡു എനിത്തിങ്. അമ്മ നഷ്ടപ്പെടുന്നു മക്കളാൽ, അച്ഛൻ നഷ്ടപ്പെടുന്നു മക്കളാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം തകർത്ത് കളയുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് വരുമ്പോൾ സിനിമ സൂപ്പർ ഹിറ്റാവും. അത് 5-ാം പാതിര ആയിക്കോട്ടെ, 6-ാം പാതിര ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സിനിമ, എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് അറിയത്തില്ല. അപ്പോൾ പലതും എനിക്ക് ഓർമ്മ, ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്. ഏത് സിനിമയാണെങ്കിലും അതിനകത്ത് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇപ്പോൾ ദൃശ്യം 2-നകത്ത് നമ്മൾ സിനിമ നല്ല സുന്ദരമായിട്ട് ഓടി, എങ്ങനെ മനോഹരമായിട്ട് നുണ പറയാം എന്നതിലേക്ക് ഉള്ളൊരു ഓറിയൻറ്റേഷൻ ആയിരിക്കാം കുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ സിനിമാ പ്രവർത്തകരെയോ അതിന് അണിയർ പ്രവർത്തകരെയോ, കാരണം ഞാൻ ഈ സിനിമയും ഒക്കെ ആയിട്ടും പലരുമായിട്ടും തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളുള്ളതാണ്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ മാസ് സൈക്കോളജിക്കൽ ഹിപ്നോസിസ് പ്രോസസ്സാണ് ഒരു സിനിമ. സിനിമ കലയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ കാണുന്നവരുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ സിനിമാ പ്രവർത്തകരും പറയുന്നൊരു പോയിൻ്റാണ്. പക്ഷേ അവർ പച്ചയ്ക്ക് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കകത്തും ക്ഷമയുടെ, സഹാനുഭൂതിയുടെ, നന്മയുടെ ഡയലോഗുകൾ പോലും ഇപ്പോൾ ഇല്ല. അതിന് മാർക്കറ്റില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ ഈ മാർക്കറ്റില്ലാത്ത സാധനം ചെയ്തിട്ട് പിന്നീട് ഒരു പോസ്റ്റ്, ഓക്കെ ഞങ്ങളുടെ സിനിമകൾ നിങ്ങൾ സിനിമയായിട്ട് കാണുക, പക്ഷേ സഹാനുഭൂതിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് പുലർത്തേണ്ടത് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ആളുകളും, എല്ലാ നടന്മാരും എല്ലാ നടീനന്മാരും അങ്ങനെ ഇടുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അതിനെ ആദരവോടുകൂടി കാണുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ മലയാള സിനിമയുടെ അടക്കം ഇന്ത്യൻ സിനിമയുടെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടാ? ഇൻസ്പയർ ചെയ്യുന്ന എത്ര സിനിമകൾക്ക് സാധ്യതകളുണ്ട്, പോസിറ്റീവായ കുടുംബ വാല്യൂസ് പറയുന്ന എത്ര സിനിമകളുണ്ട്. ഈ കൊന്നില്ലെന്നോർത്ത് സിനിമ ഓടില്ലേ? അല്ല കൊല്ലുന്ന അല്ലെങ്കിൽ അപ്പോൾ സമൂഹത്തിൽ, ലോകത്തിൽ തീർച്ചയായിട്ടും ഏതോ ഒരു കോർണറിൽ എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഇത് സിനിമയിലേക്കാകുമ്പോൾ
ഇത് പത്രത്തിലേക്ക് വലിയൊരു സചിത്ര ലേഖനമാകുമ്പോൾ ഇത് കാണാത്ത ആൾക്കാർക്ക് ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലേ, ഇതല്ലേ അവർക്ക് കിട്ടുക. കാരണം മനുഷ്യൻ്റെ വിചിത്രമായ മനസ്സിനനുസരിച്ചിട്ട് അവന് സാധ്യതകൾ കൊടുക്കുന്നതനുസരിച്ച് അവന് ക്രൈമിൻ്റെ റേറ്റ്, അച്ഛനെ വേണമെങ്കിൽ ഉപദ്രവിക്കാം അല്ലേ, അമ്മയെ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ, അധ്യാപകനെതിരെ എനിക്ക് എന്നും പറയാമല്ലേ, അപ്പോൾ എനിക്കെതിരെ കേസ് എടുക്കത്തില്ലല്ലേ. ഈ സാധ്യതകളൊക്കെ എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് വരിക? അപ്പോൾ വളരുന്ന തലമുറയെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ സിനിമാ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും സാധാരണ പ്രവർത്തകർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും, എല്ലാ മനുഷ്യരും, എനിക്കും നിങ്ങൾക്കും, നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ കത്തിമുന എങ്ങനെ വേലും ആകാം. ഏതോ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് പൂരപ്പറമ്പിൽ എന്തോ സംഭവം തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് ന്യൂ ഇയറിൻ്റെ അന്ന് 16-14 വയസ്സുള്ള, അതിൽ 14 വയസ്സുള്ള കുട്ടിയാണ് കൂടുതൽ മാരകമായിട്ട് 30 വയസ്സുള്ള ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് വാക്തർക്കത്തിന്റെ പേരിൽ, അതായത് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചതിനെ സദാചാരമാണെന്ന് പറയുകയും അത് തുടർന്നുണ്ടായ വാക്കേറ്റവും കൂലം ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു വാക്തർക്കം എടുത്തുടനെ അത് കത്തിക്കുത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് എവിടുന്നാണ് ഇത്രയും പ്രേരണ കിട്ടുന്നത്? അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിനും കുട്ടികൾക്ക് എവിടുന്നാണ് ഈ ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്ന് അറിഞ്ഞാൽ ഒരു താല്പര്യമുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വായിച്ചപ്പോ ഒരു SI ഒരു കുട്ടിയോട് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ SIയെ പിടിച്ചിടിച്ച് SIയുടെ താടിയലിനും തലയ്ക്കും പരിക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഫോഴ്സിനെ ഒക്കെ മറികടന്നാലൊക്കെ എന്തോ വലിയ കാര്യമാണ്, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, അത് കൂളാണെന്നുള്ളൊരു മെന്റാലിറ്റി എവിടെയോ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ഹീറോയിസം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇപ്പം നമ്മൾ പണ്ടത്തെ കാലത്ത് ഡാ എന്ന് ചോദിച്ചാൽ എന്നടാ എന്ന് ചോദിക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നു. ഇവിടെ ചോദ്യമില്ല, കുത്താണ്, വെട്ടാണ്. ഞാനിതാകെ കണ്ടിട്ടുള്ള സിനിമയിലുള്ളൂ. നോവലിൽ പോലും പിന്നെ ചർച്ചയ്ക്ക് സാധ്യതകളുണ്ടെന്നും. മോഡലുകൾ എത്ര കിട്ടുന്നു ആ മോഡലുകളിലേക്ക് വരും. ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് സിനിമ കൂടുതൽ റെഫർ ചെയ്യുന്നതിൻ്റെ അർത്ഥം സിനിമയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്, സിനിമയാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം നല്ല കേട്ടോ. തീർച്ചയായിട്ടും സമൂഹത്തിലുള്ളതാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ സമൂഹത്തിലെ അത് കുറച്ചുകൂടെ അങ്ങ് ക്ലിയർ ആകും, ആൾക്കാർക്ക് എന്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതെല്ലാ കാലത്തുള്ള ചർച്ചയാണ്. സമൂഹത്തിലുള്ളത് മാത്രമേ ഞങ്ങൾ സിനിമയാക്കുന്നുള്ളൂ എന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളടക്കം. അപ്പോൾ പക്ഷേ പലപ്പോഴും ഈ മോഡലുകൾ കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, ചുറ്റും നടക്കുന്ന സംഭവവികാസങ്ങളിലൂടെയാണ് നമ്മുടെ ഒരു സോഷ്യൽ സൈക്കി എന്ന് പറയും, സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറയും. ഈ സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ കരുണയുള്ള സമൂഹമാണ്, സ്നേഹമുള്ള സമൂഹമാണ്, ക്ഷമയുള്ള സമൂഹമാണ്. ഇത്തരത്തിലുള്ള മോഡലുകൾ, ഇത്തരത്തിലുള്ള സെമിനാറുകൾ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക, എങ്ങനെയാണ് ഒരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതെന്ന് പഠിക്കുക. കത്തിയുമായിട്ട് നടക്കുന്ന 14-കാരനും 13-കാരനും കത്തിയുമായിട്ട് നടക്കണം ആരാണ് പഠിപ്പിച്ചത്? അപ്പോൾ കത്തി കൈവച്ച് നടക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ മോഡലുകൾ അവൻ എവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോഡലുകൾ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവന് ക്ഷോഭമുള്ളതാണ്. ദേഷ്യം നിയന്ത്രിക്കാനുള്ള കല പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുമില്ല. കാരണം ആത്മനിയന്ത്രണമില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു കൗമാരപാലം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ചോദ്യം ചെയ്യുന്നവനെ വകവരുത്തുക എന്ന് പറയുന്നത് ഹീറോയിസമാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാ സിനിമകൾക്കകത്തും ഹീറോയാണോ വില്ലനാണോ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നത്? അതെ, അത് ഞാൻ ചോദിക്കാൻ എടുക്കുകയാണ്. വില്ലനെ ഏറ്റവും അതിക്രൂരമായി കൊന്നാൽ അതിന് എന്താണ് സാധ്യതകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ആന്റഗോണിസ്റ്റിനെ എത്ര ക്രൂരമായി കൊല്ലാം, എത്ര അളവ് കൂട്ടാം, അവിടെയാണ് കയ്യടിയിരിക്കുന്നത്. തീർച്ചയായും സിനിമയുടെ അപ്പുറത്തേക്ക് മറ്റൊരു വിഷയം കൂടി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പാലക്കാട് ഒരു സംഭവം നടന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ റൂമിനകത്ത് കയറിയിട്ട് ഒരു കുട്ടി പറയുകയാണ് എൻ്റെ ഫോൺ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ സാറ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാറിനെ എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നത്. ആ കുട്ടി തെറ്റ് തിരിച്ചറിയുകയും മാപ്പ് ചോദിക്കുകയും ഒക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് നടക്കുന്നത് സ്കൂളിനകത്താണ്. ഇപ്പൊ നമ്മളുടെ ആദ്യം സൂചിപ്പിച്ച റാഗിങ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് സ്കൂളിനകത്താണ്. സ്കൂളുകൾ കാണിക്കേണ്ട ഉത്തരവാദിത്തം അവർ പൂർണ്ണ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചൈൽഡ് സൈക്കോളജി മനസ്സിലാക്കി അവർ ചെയ്യുന്നുണ്ടെന്നാണോ സാറിന് തോന്നുന്നത്? നമുക്കിതിനകത്ത് 2 പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അധ്യാപകർ പലരും അവർക്ക് നമ്മുടെ ബോധന രീതി ഒന്ന് മാറി. ആ ബോധന രീതി മാറിയപ്പോഴേക്കും നമുക്ക് ഒരു കാലത്ത് നമുക്ക് ചില തെറ്റുകളുണ്ടെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ബാലാവകാശ കമ്മീഷൻ മുതൽ ഒരുപാട് കമ്മീഷൻസുകൾ വന്ന് ഡെഫിനറ്റ്ലി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴേക്കും നമ്മളൊക്കെ സ്കൂളിലൊക്കെ അടി മേടിച്ചിട്ട് വളർന്നവരാണ്. ഈ അടിക്കണ്ട, അല്ലാത്ത രീതിയിലേക്ക് വന്നാൽ മതി, കുട്ടി സ്വയം മനസ്സിലാക്കിക്കൊള്ളുന്നുള്ള ഒരു തത്വശാസ്ത്രം എങ്ങനെയൊക്കെ രൂപപ്പെട്ടു. സായി പറക്കി വിടുന്ന എല്ലാം
നല്ലതാണെന്നൊരു വിചാരം നമുക്കുണ്ട്. സായിപ്പ് തന്നെ പിടിവിട്ട് നിൽക്കുകയാണ് ഇപ്പം, പല പല തിയറികളും വന്നിട്ട്. അപ്പോൾ കാരണം പലതും വർക്കിംഗ് അല്ലെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു സോറി പറയും, ഞങ്ങൾ വേറെ തിയറിയിലേക്ക് പോയെന്ന് പറയും. പക്ഷേ നമ്മളത് പതുക്കെ അനുകരിച്ചിട്ട് കേരള മോഡലിലേക്ക് ഇവനെ ഒന്ന് കൊണ്ടുവന്നു. കേരള മോഡൽ അല്ലെങ്കിൽ ഇന്ത്യൻ മോഡലിലേക്ക് വന്നിട്ട് നമുക്ക് കുട്ടിയെ ശാസിക്കേണ്ട, ശിക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇവന് വീട്ടിൽ നിന്നും കിട്ടുന്നില്ല. ഒരുപാട് കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും തമ്മിൽ നല്ല തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ട്. അവിടെ പുന്നാരിപ്പിച്ച് ലാളിച്ച് ഓമനിച്ച് അമിതമായ ലാളന കൊടുത്തോ ഒക്കെ വളർന്നു വരുന്ന കുട്ടി തന്നെ നാളെ അച്ഛനും അമ്മയും ടെററായിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇതേ കുട്ടി തന്നെ സ്കൂളിൽ വരുമ്പോൾ ഇവനെ ശാസിക്കാനോ ശിക്ഷിക്കാനോ നേർവഴിക്ക് നയിക്കാനോ അധികാരമില്ല അധ്യാപകർക്ക് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി, എടാ സാറിനും ടീച്ചർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വേണമെങ്കിൽ ആ കേസിൽപ്പെടുത്താം, അല്ല ഈ കേസിൽപ്പെടുത്താം. താൻ കൂടുതൽ കളിച്ചാൽ താൻ വിവരം അറിയുന്ന ലെവലിലേക്ക് കുട്ടിയുടെ ഭാഷ മാറി തുടങ്ങി. ഈ ഭാഷയുടെ റിഫ്ലക്ഷനാണ് ആ ഒരു അവിടെ കണ്ടത്. വീഡിയോ എടുത്ത് ശരിയാണെന്നോ അല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്കൂളിൽ യഥാർത്ഥത്തിൽ എന്താ നടക്കണമെന്നുള്ളത് പലപ്പോഴും നടക്കുന്നതിലെ ചില അംശങ്ങളെങ്കിലും സമൂഹം കാണണമെന്ന് തോന്നിയിട്ടാവാം അത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് രണ്ടുപേരെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ മാനസികാരോഗ്യം കൊടുത്ത് മെൻ്റൽ ഹെൽത്തിലേക്ക്, ഈ മെൻ്റൽ ഹെൽത്തിനകത്ത് ഇത് വരുന്നത്, മാനസികാരോഗ്യമില്ലാത്ത തലമുറയായിട്ട് വരുന്ന കുട്ടികൾക്കുള്ള ഡ്രഗ്സ് കൂടുന്നു, ഡ്രിങ്ക്സ് കൂടുന്നു, അല്ലാതെ ട്രെൻഡ് സെറ്റിങ്ങിലേക്ക് കുടിച്ചില്ലെങ്കിൽ, വലിച്ചില്ലെങ്കിൽ, ടെറർ കാണിച്ചില്ലെങ്കിൽ, ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നമുക്കത് കുറവാണെന്ന് പറയപ്പെടുന്നൊരു വൈബിലേക്ക്, അല്ലെ അത്തരത്തിലൊരു ട്രെൻഡ് കയറി വരുമ്പോൾ മാതാപിതാ ഗുരു ദൈവം ഇപ്പോൾ എവിടെയുള്ളത്? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവമായിട്ട് കൺസിഡർ ചെയ്ത പൂജ്യമായ തലങ്ങളിലേക്ക് പോകേണ്ട പല തലങ്ങളും മിസ്സായിപ്പോയി. ഇനി ഇതിനകത്ത് കുറേ മിസ്റ്റേക്സ് അധ്യാപകരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഈ കേസിലല്ല, പല അധ്യാപകരും ആ കാലങ്ങളിൽ ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിലും അമിതമായി ശിക്ഷിച്ചിട്ടുണ്ട്, ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകരിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടായിരുന്നു, വിദ്യാർത്ഥികളിൽ മാറ്റങ്ങൾ വരേണ്ടതായിരുന്നു, മാതാപിതാക്കളുടെ പേരൻറ്റിങ് സ്റ്റൈലിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടായിരുന്നു. എല്ലാവരെയും വരേണ്ടതുണ്ടായിരുന്നു എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും വന്നില്ല. വന്നത് മുഴുവൻ അലമ്പാണ്. അങ്ങനെ വന്നപ്പോൾ ധൈര്യത്തോടും ഒരുപാട് അധ്യാപകർ എനിക്കറിയാം ക്ലാസ്സിൽ പോയിട്ട് എന്തെങ്കിലും വായിൽ നിന്നൊരു മിസ്റ്റേക്ക് നാക്കിൽ നിന്നും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പ്രതികരിക്കാൻ വേണ്ടി സാറിനെ പൂട്ടണം എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിന് മുമ്പിൽ എങ്ങനെയാണ് അധ്യാപകന് അവൻ്റെ ഒരു തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റുക, അവളുടെ തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റുക? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അഥവാ എന്തെങ്കിലും മറ്റൊരു കാര്യം സ്കൂളിൽ നിരക്കാത്തൊരു കാര്യം ഇവിടെ കണ്ടാൽ തന്നെ ഇടപെട്ടാൽ പെൺകുട്ടിയായിരിക്കും ചീറ്റപ്പുലിയപ്പെട്ട് വരുന്ന, സാറിനെ ഞാൻ ഇന്ന കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകൾ അങ്ങനെയുണ്ട്. നുണ പറയുന്ന ഒരു സമൂഹമായിട്ട് മാറി, തെറ്റുകൾ ചൂണ്ടിക്കാണാൻ പറ്റാത്ത ലെവലിലേക്ക് കുട്ടികളുടെ സ്വഭാവം മാറി. കുട്ടി അധ്യാപകനെ പൂട്ടാൻ വേണ്ടി ഇരിക്കുന്ന ലെവലിലേക്ക് വരുമ്പോൾ അധ്യാപകന് ഒന്നും ഇടപെടാൻ പറ്റാതെ വരുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ കുട്ടി അധ്യാപകന് മുമ്പിൽ വെച്ചിട്ട് വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കുട്ടിയെ ന്യായീകരിക്കുന്നില്ല, അധ്യാപകനെ ന്യായീകരിക്കുന്നില്ല, ആരെയും ന്യായീകരിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു എലമെൻറ്റ്, നമുക്ക് ഉച്ചഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, മനസ്സിന് ഭക്ഷണം കൊടുക്കണം. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടുള്ള എന്ത് പദ്ധതിയാണ് സമഗ്രമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് ശക്തമായി ചിന്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പോംവഴിയുള്ളത്. ചെറിയ ക്ലാസ്സിൽ മുതലേ നമുക്ക് സ്നേഹവും ദയയും നന്മയും കരുണയും, അധ്യാപകനാരാണ്, വിദ്യാർത്ഥി ആരാണ്, ലോകമെന്താണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, ഞാൻ എന്തിലേക്കാണ് വളരേണ്ടത്, ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഈ സബ്ജക്ട്സ് പഠിപ്പിക്കുന്നതോടെ പഠിപ്പിക്കാൻ ഇന്നും നമ്മൾ തയ്യാറായിട്ടില്ല. ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് പഠിപ്പിക്കാതെ കുട്ടികൾ ഓരോ അബദ്ധങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അവിടെ പോയൊരു പൊത്തടിച്ച്, അല്ല ഇവിടെ പോയിട്ടൊരു തൽക്കാലത്തേക്ക് ഒരു സെമിനാർ നടത്തി, അല്ല ഇവിടെ പോയിട്ട് തൽക്കാലത്തേക്ക് പേരിനൊരു കൗൺസിലിംഗ് നടത്തി പോകുന്നതിന് പകരം ചെറിയ ക്ലാസ് മുതലേ കുട്ടികളുടെ പേരൻസിനെ പഠിപ്പിക്കണം പേരൻറ്റിങ് എന്താണെന്ന്. അതിനുവേണ്ടി ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിനെ, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സിനെ, അല്ലെങ്കിൽ സൈക്കാട്രികളുടെ ഒക്കെ നമുക്ക് സേവനങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ് മുതലേ പാഠ്യപദ്ധതി തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സ്കൂളുകളൊക്കെ തന്നെ നമുക്ക് പറ്റൂ. അധ്യാപകർ വർക്കലോടുകൾ ആവശ്യമില്ലാത്ത സബ്ജക്ട്സ് ഒക്കെ കുറേ മാറ്റിയിട്ട് മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ട പരിശീലന പദ്ധതികൾ ചെറിയ ക്ലാസ് മുതൽ കൊടുത്ത് കുട്ടികളൊരു വീഡിയോ കണ്ടാൽ ഈ വീഡിയോ എങ്ങനെയാണ് കാണേണ്ടതെന്ന് പഠിക്കാനുള്ള ഫിലിം എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമ കണ്ട അതിനകത്ത് കുത്തും കലാതൊക്കെ ഉണ്ട്. ഇതാണ് അപ്പം ഞങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, പ്രീ ഡിഗ്രി കാലത്താണെന്ന് തോന്നുന്നു, ഫിലിം ക്ലബ്ബുകളുടെയൊക്കെ തലത്തിൽ നമുക്ക് ഇത്തരം വീഡിയോകൾ കാണിക്കും. അതിൽ അതേ സ്റ്റണ്ട് സീനുകളൊക്കെ സൗണ്ട് ഒന്ന് മ്യൂട്ടാക്കിയിട്ട് കാണിക്കും. ചില കൊലപാതക സീന് പോലെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താണെന്ന് കാണിക്കും. ഈ ഫിലിം എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരുന്നതുകൊണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ ഇത് സിനിമയാണെന്നും ബോധ്യമുണ്ട്. ഇന്ന് ഏത് സ്കൂളിലാണ് ഫിലിമിൻ്റെ എഡ്യൂക്കേഷൻ ഉള്ളത്? ഒരു സിനിമ ഇത് ഇന്ന തീമിലെടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് പകരം വയറ് നിറച്ച് സബ്ജക്ട്സ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് പോകുമ്പോഴത്തേക്കും സ്വഭാവത്തിൽ വ്യത്യാസമില്ലാത്ത, മാനസികാരോഗ്യമില്ലാത്ത,
പെരുമാറാൻ അറിയാത്ത, അച്ഛനാരാണ്, അമ്മയാരാണ്, ടീച്ചർ ആരാണ്, സഹോദരങ്ങൾ ആരാണ്, നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ജീവിച്ച് പോകേണ്ടതെന്ന് പുലർത്താൻ അറിയാത്ത തരത്തിലേക്ക് CBSEയും ICSEയും അല്ലെ ഏതൊക്കെ സിലബസ് ഉണ്ടോ അതെല്ലാം മാറി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ മേലാളായിട്ടിരിക്കുന്ന ആളുകൾ അല്ലെ ഇതിനെ സിലബസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് കാലം മാറി 1960s 70s 80s ആ ഒരു തലങ്ങൾക്കപ്പുറത്ത് ഇപ്പോൾ ചുറ്റും ലോകത്തിൽ വിവരസാങ്കേതികവിദ്യ വർദ്ധിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഇപ്പോൾ സിലബസ് പരിഷ്കരണ കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നവർ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ചിന്തിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആകേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ മനസ്സ് മാറുന്നു, വ്യക്തിത്വം മാറുന്നു. ഇന്നലത്തെ കുട്ടിയല്ല ഇന്ന് കുട്ടി ഏത് സ്റ്റഫാണ് കാണുന്നത്. നമ്മുടെ സമൂലമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിലും പേരൻറ്റിങ് ശൈലിയിലും അധ്യാപക പരിശീലനത്തിലും കുട്ടികളുടെ നിരന്തരമായ ഫോർമേഷൻ, അവൻ്റെ വ്യക്തിത്വത്തിലും ലീഡർഷിപ്പിലും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കലും, അല്ലെങ്കിൽ ഈ കത്തിക്കൂത്തിൽ കലാശിക്കുന്നവൻ ജയിലിലാണ് അവസാനിക്കുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ലക്ഷ്യബോധമില്ല. ഇതെല്ലാം നമ്മുടെ സമഗ്രമായിട്ട് ചേർത്ത് വെക്കുന്നതിൽ പൈസ നഷ്ടമാണെന്ന് വിചാരിക്കുന്ന PTA ഉണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സമൂഹം ഉണ്ടെങ്കിൽ അവരാണ് ഈ ടെററിൻ്റെ എല്ലാം പിന്നിൽ എന്ന് ഞാൻ പറയുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സമൂഹം തന്നെ സൃഷ്ടിക്കുന്നതാണ് പലതും. സമൂഹത്തിൽ നിന്ന് മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ നമുക്ക് പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ലഹരി വിഷയത്തിൽ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാ ലഹരികളും ഇന്ന് വളരെ കൂളായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ MDMA എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്നത് ഒരു ലൈൻ പോലെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ലൈൻ ഇട്ടാൽ പവറായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ, സ്റ്റാമ്പ് ഇട്ടാൽ പൊളിയല്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മാജിക് മഷ്റൂം കൊടൈക്കനാൽ അത് ലഹരിയല്ല എന്നൊരു കോടതി വിധി വരുമ്പോഴേക്കും അതൊരു സാധാരണ വിധിയാണ്, പക്ഷെ അതിന് വല്ലാത്തൊരു ആഘോഷം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്നത് കൂളാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് നമ്മളെ ഒരു മറ്റൊരു തരത്തിലേക്ക്, ഒരു ആൽഫ മെയിലായിട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്മ മെയിലായിട്ടോ ഒക്കെ എത്തിക്കുന്നൊക്കെയുള്ള രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം റീലുകളും വീഡിയോകളും ഇതൊക്കെയും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ലഹരിയും കുട്ടിയും തമ്മിലുള്ള അകലം ഇന്ന് തീരെ ഇല്ലാതെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്കാണോ നിൽക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ ലഹരിയും കുട്ടിയും തമ്മിലുള്ള അകലം കുറഞ്ഞിട്ടുണ്ട്. ഏത് കോർണറിൽ, ഏത് വഴിത്താരകളിൽ, ഏത് കോറിഡോറുകളിൽ, അല്ലെങ്കിൽ ആര് വഴി ലഹരി എത്തും കിട്ടുമെന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രമാത്രം നെറ്റ്വർക്ക് കൂടിയിട്ടുണ്ട്. എന്തായാലും ഏതൊക്കെയോ ഭരണ സംവിധാനങ്ങളോ ഏതൊക്കെയോ നോക്കേണ്ട തലങ്ങളിൽ കണ്ണടച്ച് വിട്ടാതെ കേരളത്തിൽ എന്തായാലും ലഹരി എത്തൂല. അപ്പോൾ അവിടെയൊക്കെ അപ്പോൾ ഇതൊരു പല തലങ്ങളിലേക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതൊരു ബിസിനസ്സായിട്ടോ മറ്റ് സാധ്യതകളായിട്ടോ കണ്ടതുകൊണ്ട് നമ്മുടെ കാര്യമൊക്കെ ബാക്കി സമൂഹം എന്തെങ്കിലും ആട്ടെ അതൊക്കെ അവർ നോക്കിയും കണ്ടും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്, അതായത് പിടിക്കണമെങ്കിൽ പിടിക്കാം, എത്തിക്കണ്ടെങ്കിൽ എത്തിക്കാം. അപ്പോൾ കാരണം ഞാൻ പല ഡിവിഷനുമായിട്ടൊക്കെ ഒരു പരിചയമുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ലഹരി സുലഭമാക്കാൻ ഇടയാക്കിയവർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തം. ഇതൊരു ബിസിനസ്സായിട്ട് ആരൊക്കെ എടുത്തു, ആരൊക്കെ കണ്ണടച്ചു, ഞാനതിനെ ലേബൽ ചെയ്യുന്നില്ല. പക്ഷേ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഇത് തടയാനുള്ള മാർഗ്ഗങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്ത കടയിൽ സിപ്പപ്പ് കിട്ടുമെങ്കിൽ ആരാണ് പോയി സിപ്പപ്പ് വാങ്ങാത്തത് എന്ന ലെവലിലേക്ക് കൊച്ചു മാടക്കടകളിലും ലൊക്കേഷനിലൊക്കെ വന്നപ്പോൾ കുട്ടികൾ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തൊഴിൽ പദ്ധതിയായിട്ട് കണ്ടു. കാരണം ഒരു പൊതുവിറ്റി കിട്ടാൻ പണ്ട് 50 ആണെങ്കിൽ 500 കിട്ടുമായിരിക്കും, 1000 കിട്ടുമായിരിക്കും. കുട്ടികളുടെയൊക്കെ കയ്യിൽ സൈഡ് ബിസിനസ്സായിട്ട് വന്നു. ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡ് എന്താ കിടക്കുക? വിദേശത്തെ പോലെ നമ്മുടെ കുട്ടികൾക്കും യഥാർത്ഥത്തിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യപ്പെടാനുള്ള ആഗ്രഹമുള്ളവരും പാർട്ട് ടൈം ജോലി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ആർജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വേറൊരു നല്ല പാർട്ട് ടൈം ജോലിയൊന്നും കിട്ടിയില്ല. അവർക്ക് പൊതി കൊടുക്കലും അല്ലെങ്കിൽ ഇത്തരം സപ്ലൈയിലേക്കൊക്കെ വന്ന അതിൻ്റെ ചെയിനിൻ്റെ ഭാഗമായി ട്രാപ്പിൽപ്പെട്ടു പലരും. ഇവരും ഉപയോഗിക്കുന്നു, ഇവരും മാറുന്നു. അപ്പോൾ ഈ ട്രാപ്പിൽപ്പെട്ടവർ എന്ത് ചെയ്യും? ഇവർ സ്ലോഗൻസ് ഉണ്ടാക്കും. നിങ്ങളിപ്പോൾ ചോദ്യത്തിനകത്ത് പറഞ്ഞിരുന്ന ഈ സ്ലോഗൻസൊക്കെ എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് ക്യാപ്ഷൻസാണ്. ഇത് ഏതെങ്കിലും ഏജൻസി ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുക. ട്രെൻഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. മണ്ടത്തരമാണ് ചെയ്യുന്നതെന്ന് ഉപയോഗിക്കുന്നതിനും അറിയില്ല, കൊടുക്കുന്നതിനും അറിയത്തില്ല. ഈ മണ്ടത്തരം എന്താണെന്നറിയോ? അത് ഏത് ഡ്രഗ്സ് ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുമ്പോഴുള്ള താൽക്കാലികമായ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ആരെ പരിക്കേൽപ്പിച്ചിട്ടാണ്? നമ്മുടെ തലച്ചോറിനെ പരിക്കേൽപ്പിച്ചിട്ടാണ്. കടുത്ത മാനസിക രോഗങ്ങളിലേക്കും സ്കിസോഫ്രീനി അടക്കമുള്ള ഒരുപക്ഷെ നമ്മൾ നിരന്തരമായ ചികിത്സ എടുത്താൽ പോലും ചിലപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത പലതരത്തിലുള്ള മാനസിക രോഗങ്ങളിലേക്കാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിയുടെ, കോളേജ് വിദ്യാർത്ഥിയുടെ, യൂത്തിൻ്റെ ട്രെൻഡിന് പിന്നാലെ പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഈ ഡ്രഗ്സിൻ്റെ അനന്തരഫലമായിട്ട് ചിലർക്ക് ഉടനടിയോ ചിലർക്ക് പതിയെ സംഭവിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ അജണ്ടയാണെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. നമ്മുടെ യൂത്തിൻ്റെ, നമ്മുടെ കുട്ടികളുടെ
ചിന്തകളിൽ ഇതൊരു ട്രെൻഡാണെന്നും ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ, ലൈൻ ഇട്ടില്ലെങ്കിൽ, സ്റ്റാമ്പ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ മറ്റ് പല തലങ്ങളിലുള്ള സംവിധാനങ്ങളൊക്കെ അതേപടി ഉപയോഗിച്ചില്ലെങ്കിൽ നീ ഔട്ട്ഡേറ്റഡ് ആണ്, നീ യോയോ അല്ല, സെറ്റല്ല, നീ വെറും പഴങ്കഞ്ഞിയാണ്, അല്ലെങ്കിൽ പഴയ ഒരാളാണെന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ പലർത്തിയപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? എല്ലാ കാലത്തും യൂത്ത് കുട്ടികൾ ട്രെൻഡിനനുസരിച്ച് പോകാനാണ് നോക്കുക. ജയൻ്റെയൊക്കെ കാലത്ത് ബെൽ ബോട്ടം പാൻസ് ആണ്, അത് വീണ്ടും ട്രെൻഡായിട്ട് വന്നാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 വരയൊക്കെ ഇടുന്നതാണ് ഹെയർ സ്റ്റൈലെങ്കിൽ നമ്മളത് ഉപയോഗിക്കും. അപ്പോൾ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ ആർക്കും വരെ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആൺകുട്ടികളെക്കാളും പലപ്പോഴും ഞാനിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ പെൺകുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ പുകവലിക്കുന്ന ശീലം കൂടുതലായിട്ട് വരുന്നത് ഈ പുകവലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറിനേക്കാളും ഒരു പവർ ഫാക്ടറോ അല്ലെങ്കിൽ ഫ്രീഡം ഫാക്ടറോ ഒക്കെ കയറി വരികയാണ്. യഥാർത്ഥത്തിൽ മദ്യപാനവും പുകവലിയും ഡ്രഗ്സും നമ്മുടെ ബ്രെയിനെ, തലച്ചോറിനെ വെജിറ്റബിളാക്കി മാറ്റി ഒന്നിനും കൊള്ളാത്ത യൂത്താക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന കഥകൾ ഒരു സൈഡിൽ കൂടെ വരികയാണ്. ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളും ഒക്കെയും നോക്കുമ്പോഴേക്കും ഒരു സൈഡിൽ കൂടെ യൂത്ത് അവരുടെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറുന്നു. ഇതൊരു സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല, ഇതൊരു പത്രമാധ്യമങ്ങൾ വരുന്നില്ല. ഓക്കെ, 100 കണക്കിന് യുവാക്കൾ ഇവരുടെ ട്രെൻഡിലേക്ക് പെട്ടിട്ട് അവരുടെ തലച്ചോറ് ഒന്നിനും കൊള്ളാത്തവരായിട്ട് പ്രതിഭ നഷ്ടപ്പെട്ട് കഥ എഴുതത്തില്ല, കവിത എഴുതത്തില്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ആ ലഹരിക്കടിപ്പെട്ട് ഒന്നുമില്ലാത്തവരായി മാറി എന്നുള്ള ട്രെൻഡ് പുറത്തേക്ക് വരുന്നില്ല. മാജിക് മഷ്റൂം ഒരു പക്ഷേ ലഹരിയല്ലെന്ന് കോടതി വിധിച്ചിരുന്നതിനെ കോടതി ഗ്ലോബലി ലെവലിലേക്ക് നോക്കുമ്പോഴേക്കും അതിനെ ആ ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ജീവിതം ലഹരിയായിട്ട്, സ്വപ്നങ്ങൾ ലഹരിയായിട്ട്, അവനവൻ്റെ ജീവിതത്തിലേക്കുള്ള ഓരോ ലക്ഷ്യങ്ങൾ ലഹരിയായിട്ട് മാറ്റുന്നതിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പരിശീലനം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തത്? അപ്പോൾ ഇവിടെ ചിന്താധാരകൾ മാറ്റം വരാത്തതുകൊണ്ട് ട്രെൻഡിലേക്ക് ഉൾപ്പെട്ടു പോകുന്ന, മണ്ടത്തരങ്ങളിലൂടെ പോകുന്ന, ട്രാപ്പിൽ പെട്ടുപോയ അബദ്ധജടിലമായിട്ടുള്ള യാത്രകളിലൂടെ പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഇവർ വീരശൂര പരാക്രമങ്ങളൊന്നുമല്ല. എല്ലാവരും ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിച്ചില്ലേ, ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പെട്ടുപോകും, അപ്പം ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഇതിനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചാൽ ഏതാണ്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, കുറേ നേരം ശ്രദ്ധ കിട്ടുമെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ചെയ്യുന്നു, ഉറക്കം കുറേ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും മാറിയിട്ട് മാനസിക രോഗികളായിട്ട് മാറുന്നു എന്നുള്ളത് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് സത്യം. ഈ സത്യം ആളുകൾ ഒളിച്ചു വെക്കും. അതിനുശേഷം നമ്മൾ എന്തൊരു അഡ്വർടൈസ്മെൻ്റ് ഇടും, ആളുകളിൽ ട്രെൻഡായിട്ട് പറയും, ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. പിന്നെ അപ്പം അങ്ങനെ ഈ ഒരു കാഷ്വൽ നീ ഉപയോഗിക്കട്ടെ, നീ ഉപയോഗിച്ചത് എന്ത് പറ്റാണ്, ഞാൻ എത്ര നാളെ ഉപയോഗിക്കുന്നത്, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഈ രീതിയിലേക്കുള്ള. മാത്രമല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കാകെ ഒരു ദിവസമേ ഉള്ളൂ, ഇപ്പൊ ഈ ഒരു സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം ലൈഫ് ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി എന്നുള്ള തോന്നിയിട്ടുണ്ട്. റീലിൽ എന്താണോ കാണുന്നത് അത് നമ്മൾ ചെയ്യണം, അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ആവുന്നത്. അത് പാരന്റിങ്ങിൽ വരുന്നുണ്ട്, ഈ ഇതിലുള്ള ആഘോഷങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ടായിരുന്നു. ലീവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഇന്നത്തെ ദിവസത്തിൽ ജീവിക്കുക, ഇന്നലകളിലെ ആകുലതകളിലേക്ക് പോകണ്ട, നാളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഇത് വളരെ പോസിറ്റീവ് സെൻസിലാണ് ലോകത്തിലേക്ക് പറഞ്ഞത്. അത് ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും ഒക്കെ മാറിയിട്ട് മനുഷ്യൻ പോസിറ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു ആപ്തവാക്യമാണ്. ഇതിൻ്റെ അറ്റം മുറിയൊക്കെ എവിടെയൊക്കെ കേട്ടിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന യാതൊരു ക്വാളിഫിക്കേഷൻസും ഇല്ലാത്ത, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല, മറ്റുള്ളവരെക്കുറിച്ച് ധാരണയില്ലാത്ത ഏതൊക്കെയോ, എല്ലാവരെക്കുറിച്ചല്ല കേട്ടോ, ഏതൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സ്, നിങ്ങൾ ഒരുപക്ഷെ അവരുപയോഗിക്കുന്ന ചില കാര്യങ്ങൾ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, എന്നെ ആരും കുറ്റം പറയരുത്, അതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഞാനും എല്ലാവരോടും പറയുന്നു. ചിലപ്പോൾ അവരും പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ചെയ്യുന്നതെല്ലാം സ്വന്തമായ താല്പര്യത്തിലൊന്നുമല്ല. ഒരുപാട് നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ധാരാളം നല്ല പരിചയക്കാരുണ്ട്. പക്ഷേ ചില ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പലപ്പോഴും ജീവിതത്തെ തകർക്കുന്ന തരത്തിലേക്കുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ആളുകളത് കൈയടിച്ചു. കാരണം എന്താണ്, എല്ലായിടത്തും നെഗറ്റീവ് വൈബിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടും. കാരണം എന്താണ്, ആരും പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാം കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. പക്ഷേ എപ്പോഴും വ്യത്യസ്തമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് കൈയടി കൊടുക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും അവർ പറയുന്നത് കറക്റ്റാണെന്ന്. ഈ ട്രെൻഡിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഇന്നൊരു ദിവസമുള്ളൂ, ഇന്ന് വലിച്ചില്ലെങ്കിൽ, ഇന്ന് കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആകുമെന്ന് പറയുന്ന ലെവലിലേക്കാണ് ഇവരുടെ ടീച്ചിങ് പോകുമെന്ന് പറയുമ്പോൾ ഈ ടീച്ചിങ് തെറ്റാണെന്നോ, ഇത് ഉപയോഗിക്കുന്ന പല ആൾക്കാരും പലപ്പോഴും അവരൊരു അവസ്ഥയിലൂടെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെന്നോ ഇത് ഉപയോഗിക്കുന്നവരറിയുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ സത്യം പറയാം, ഈ അടുത്ത കാലത്തിന് എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് ജീവിതം വേണ്ടെന്ന് വെച്ച് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു.
അവർക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നൊരു 12-15 ഇൻഫ്ലുവൻസേഴ്സ് എൻ്റെ ക്ലയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്ന സാധനം, സാറേ അത് ഇപ്പം അങ്ങ് ഫേമസ് ആയിപ്പോയി, മില്യൺസ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാനീ പറയുന്നത് കറക്റ്റല്ലെന്ന് എനിക്കറിയാം. എന്നും സന്തോഷിക്കൂ, പോസിറ്റീവായിട്ട് ചെയ്യൂ. എനിക്ക് കരഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാനും പറ്റില്ല. കാരണം നല്ല ക്ലിനിക്കൽ ഡിപ്രഷനിലാണ്. അല്ല, അവർ കുറേ ഒരു 3-4 റിലേഷൻഷിപ്പ് കുരുക്കിപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ഇവർ വന്ന് ഷൂട്ടിന് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ ഇപ്പം എന്നെ കാണുന്നില്ലോ എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ വേറെയാണ്, ഇവർ ഒറിജിനൽ അവസ്ഥ വേറെയാണ്. തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ വരാം. അവരെ പാട്ടുകാരനായിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അവർ തന്നെ പറയുന്നത് ഞങ്ങൾ സത്യത്തിൽ സമൂഹത്തെ വല്ലാണ്ട് വഴിതെറ്റിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ കുറ്റബോധത്തോടെ ഉണ്ട്. ഇനിയിപ്പം മാറി എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഇത്ര കാലം പറഞ്ഞൊക്കെ ചുമ്മാ നുണയായിരുന്നു. കാരണം ചില ആൾക്കാർ ഇപ്പോൾ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. ഞാൻ ആ പ്രയോഗത്തെയാണ് കേട്ടോ പറഞ്ഞത്, ഞാനത് പഴഞ്ചൊല്ലാണ്. അപ്പോൾ വാളുള്ളവരും വെളിച്ചപ്പാടിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ അതൊരു പഴഞ്ചൊല്ലിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കൂടുതൽ ലൈക്ക് കിട്ടാനും കൂടുതൽ ഷെയർ കിട്ടാനും പറ്റുന്ന കണ്ടന്റ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇവർക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും ഉറക്കം പ്രോപ്പറായിട്ട് ഇല്ലാത്ത ഒരാളാണ് ഉറക്കത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉറങ്ങാൻ പറ്റാത്തതിന് ഇവർക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്കൊക്കെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാനിത്ര നോക്കിയിട്ട് നടക്കുന്നില്ലോ എന്ന ചിന്ത മൂലം അവൻ അതിന്മേൽ ഡിപ്രസ്ഡ് ആവും. ഇതിനാണ് ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം ചുറ്റും പോസിറ്റിവിറ്റിയുടെ വീഡിയോസും കാര്യങ്ങളും മാത്രമാണ്. അത് നല്ലതല്ലെന്നല്ല, പക്ഷേ ആർക്കും പൂർണ്ണരാകാൻ പറ്റില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. നമ്മളെല്ലാവർക്കും നമ്മുടേതായ കുറവുകളുണ്ട്. ഈ കുറവുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുറവുകളിൽ നിന്ന് നിറവുകളിലേക്ക് പോകാൻ തക്കവണ്ണത്തിലാണ് നമ്മുടെ ജീവിതം ശരിക്കും പോകേണ്ടത്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ ഈ പല പല റീൽസ് കണ്ടു കഴിഞ്ഞാൽ ടോക്സിക് പോസിറ്റിവിറ്റിയെ പറ്റി പറഞ്ഞിട്ട് ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ആ വിധത്തിൽ മാറിയതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്ക് ദൗർഭാഗ്യകരമായി നടന്നൊരു കാര്യം പറഞ്ഞാൽ അപ്പം അപ്പുറത്തിരിക്കുന്നവൻ ഒരു ഇൻസ്പിറേഷൻ കഥയൊക്കെ തുടങ്ങും. നമുക്ക് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അയാളുടെ ജീവിത സാഹചര്യമോ അല്ലെങ്കിൽ അയാളുടെ പ്രശ്നം, ബിൽ ഗേറ്റ്സ് പഠിച്ചിട്ടില്ല, സച്ചിൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമായിട്ട് നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനത്തെ വശങ്ങളിലേക്കൊക്കെ ടോക്സിക് പോസിറ്റിവിറ്റി. അതിനകത്ത് 2 സത്യങ്ങൾ പറയാം. ഈ ബിൽ ഗേറ്റ്സ് പഠിച്ചിട്ടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അതെ, നമ്മളൊരു കഥയല്ലേ. ബിൽ ഗേറ്റ്സ് കോളേജ് പഠനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അന്ന് ഇന്നത്തെ പോലെ സ്റ്റാർട്ടപ്പ് ഓപ്ഷൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിന് തലയിൽ ഈ ഐഡിയ വന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയ അദ്ദേഹത്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളിലേക്ക് മനസ്സ് വന്നപ്പോൾ അദ്ദേഹത്തിന് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്ന് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, അത് നടപ്പിലാക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഉടനെ മാറേണ്ടി വന്നൊരു സാഹചര്യം കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് പഠനം നിർത്തപ്പെട്ടു പോയ ഒരു സാഹചര്യത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പോലും പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു സംരംഭകൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഒരു ഡിഗ്രി എനിക്ക് PTECന് ഒരു 4-5 പേപ്പർ എഴുതിയെടുക്കാണ്ട്, ഞാനത് എഴുതിയെടുക്കാതിരിക്കട്ടെ. ഞാൻ ചോദിച്ചു അതെന്തിനാ? അല്ല, നാളെ ഞാനൊരു ഫേമസ് ആയി കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സ് അതുപോലെ മറ്റേ 1-2 പേരുടെ കൂടെ എൻ്റെ പേരും വരുന്നത്, ഞങ്ങളൊന്നും കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണെന്ന് പേര് കിട്ടില്ലേ? ഇത് ട്രെൻഡല്ലേ? ഈ ഒരു ബോധമില്ലായ്മ പറയുന്ന ഒരു സാധനമല്ലേ? സീരിയസ് ആയി പറഞ്ഞ കാര്യമാണ്. ഒറിജിനൽ സംഭവമാണ്. ഞാൻ പറഞ്ഞു, ബിൽ ഗേറ്റ്സിന് സംഭവം എന്താണെന്ന് അറിയാൻ നീ ആദ്യം ബിൽ ഗേറ്റ്സിനോട് സംസാരിച്ച് നോക്കുക എന്താ ഒറിജിനൽ സംഭവം എന്ന്. അല്ലാണ്ട് അവിടെ ഇവിടെ പറയുന്നത് കേട്ടിട്ട് മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സാകാൻ ചെക്കാമെന്ന് ഞാൻ പറഞ്ഞു. ലാസ്റ്റ് അവനെ ഊട്ടി ഒരു വിധത്തിൽ പാസ്സാക്കി. ഈ നമ്മൾ ബ്ലാക്ക് പേപ്പർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം. ഇയാൾ ചിന്തിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു അവർ ക്ലാസ്സിൽ പോയില്ല, അവർ കോളേജിൽ പോയില്ല. ഇനി അങ്ങനെ ഉണ്ടാവാം, 1000-ൽ 1-2 പേരുണ്ടാവാം അവിടെ പ്രോപ്പർ വിദ്യാഭ്യാസം ഇല്ലാതെ കയറി വന്നവർ. വിദ്യാഭ്യാസം ഇതേ ട്രെൻഡിൽ പോയിട്ട് കോഴ്സും ഇല്ല, ബിസിനസ്സും ഇല്ല, ജീവിതവും ഇല്ലാതെ എന്താ പറയുക, അമ്മ വല്ലതും തരണേന്നുള്ള അവസ്ഥയിലേക്ക് പോയവരെ ആയിരക്കണക്കിന് സ്റ്റോറി വേറെയുണ്ട്. അതിനിടയ്ക്ക് 2-3 സ്റ്റോറി പറഞ്ഞ് വരുന്നതിന് പകരം പ്രോപ്പറായ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, അടുത്ത വിദ്യാഭ്യാസത്തിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ബിസിനസ് ചെയ്യണേ ചെയ്തോളുക. ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന കഥകളൊക്കെ കേട്ടിട്ട് അത് കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് പഠിക്കാൻ മടിയുള്ളവൻ, അമ്മ ഞാൻ പഠിക്കുന്നില്ല, എനിക്കൊരു വലിയ കോടിപതി ആവണമെന്ന് പറയുന്ന മണ്ടത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു മീഡിയ സ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോ കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു റീല് കാണുമ്പോൾ ഇതെങ്ങനെ കാണണമെന്ന് പറയുന്ന നവമാധ്യമ മീഡിയ ലിറ്ററസിക്ക് നല്ല സ്കോപ്പുണ്ട് കേരളത്തിൽ. അത് പേരൻറ്റിങ്ങിലേക്ക് കൊടുക്കണം, ടീച്ചേഴ്സിലേക്ക് കൊടുക്കണം, കുട്ടികളിലേക്ക് കൊടുക്കണം. എന്തായാലും വളർന്നു വരുന്ന തലമുറയെ നമുക്ക് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ 4-5 ഇൻസിഡൻ്റാണ് വരുന്നതെങ്കിൽ 400 ഇൻസിഡൻറ്റും 4000 ഇൻസിഡൻറ്റും പുറമേ വരും. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വെറുതെ പോകുന്ന ആൾക്ക് ആ മാധ്യമപ്രവർത്തകർക്ക് ചുമ്മാ 2 തല്ല് കൊടുത്തേക്കാൻ തോന്നും. കാരണം എന്താ, ചുമ്മാ ട്രെൻഡ്, എന്നിട്ട് ഏതാ റീൽസ് നിങ്ങൾക്കൊക്കെ ബാധകമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ചുമ്മാ ട്രെൻഡ്, എന്നിട്ട് അവർ പറയും അടി ചലഞ്ച്, എന്താണ്
വെറുതെ പോകുന്ന തല്ലുന്ന ചലഞ്ച്. എനിക്കറിയില്ല ഇതിന് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കമൻറ്റ് കേട്ടിട്ട് നാളെ ഇത് ചലഞ്ചായിട്ട് വരുമോ അറിയത്തില്ല. കാരണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്ന് നമ്മളെ ബോധ്യമില്ലാത്തത്. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, ഈ ഒരു ക്ലാരിറ്റി അത് കരിയർ കോച്ചസിനൊക്കെ ഒരുപാട് സ്കോപ്പുള്ള സംഭവമാണ്. സൈക്കോളജിക്ക് നല്ല പണിയുണ്ട്. ഈ ഡിപ്രഷനും ആൻസൈറ്റിയും വന്നിട്ട് മാത്രം ഡീൽ ചെയ്താൽ പോലും ഇത് വരാത്ത രീതിയിലേക്ക് മൊത്തം മനഃശാസ്ത്ര വിഭാഗവും കൗൺസിലിംഗ് വിഭാഗവും ഒക്കെ മാറേണ്ടതുണ്ട്. ടീച്ചിങ് സിസ്റ്റം മാറേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ദർശനം എന്ന് പണ്ട് പറഞ്ഞത് ഔട്ട്ഡേറ്റഡ് പോയിൻ്റ് അല്ല. ഓരോ മനുഷ്യനൊരു ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്, അബദ്ധം പറ്റി ജനിക്കത്തുമില്ല. വി ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓരോ മനുഷ്യനും ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ബന്ധങ്ങളെ മെച്ചപ്പെടുത്തി സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പോയിട്ട് വയലൻസ് കുറച്ച് ക്ഷമയുടെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയുടെ, നന്ദിയുടെ, കൃതജ്ഞതയുടെ ഒരു ലോകം ഒരു സൈഡിൽ കൂടെ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്ന ഇപ്പോൾ പല പല ടെക്നിക്കുകളും വരുമ്പോഴും നന്ദി നിറഞ്ഞ ജീവിതത്തിലേക്ക് ഫോളോ ചെയ്യുന്ന എത്രയധികം ആളുകളാണെന്നറിയോ. മറ്റുള്ളവർ നന്ദി പറയുക, ഒരു കടപ്പാട് വെച്ച് പുലർത്തുക, ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക, ക്ഷമ ചോദിക്കുക, ഇതൊക്കെ പോസിറ്റീവ് ഹാബിറ്റ്സ് ആയിട്ട് എത്ര ലക്ഷങ്ങളാണ്, എത്ര കോടികളാണ് പ്രാക്ടീസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും വരത്തില്ല. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ രമ്യതയിൽ പറഞ്ഞു തീർക്കാനുള്ള എത്രയോ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, എത്രയോ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. പകരം നമ്മൾ പലപ്പോഴും ഇത്തരത്തിൽ സെൻസിറ്റീവ് ന്യൂസുകൾക്ക് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ലോകത്തിൽ നടക്കുന്ന പോസിറ്റീവായ ഹാബിറ്റുകൾ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെതായ നന്മകളുടെ വാർത്തകൾക്ക് ഇത് പക്ഷേ നമുക്ക് ഹോട്ട് ന്യൂസായിട്ടും ട്രെൻഡിങ് ആയിട്ടും വരില്ലല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലേ പോസിറ്റിവിറ്റിയുള്ള ട്രെൻഡിങ് ആയിട്ട് വരിക. അപ്പോൾ പലപ്പോഴും അമ്മയ്ക്കെതിരെ, അച്ഛനെതിരെ, സഹോദരങ്ങൾക്കെതിരെ തിരിയുന്നതാണ് ട്രെൻഡെന്ന് ആരോ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ തിരിച്ചൊരു ട്രെൻഡില്ലേ, നമുക്ക് ഇതിനും കൗണ്ടർ ട്രെൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോയിന്റ്. തീർച്ചയായിട്ടും വയലൻസ് അവസാനിപ്പിച്ച് അല്ലെങ്കിൽ വയലൻസിനെ ശാസ്ത്രീയമായി നേരിട്ടുകൊണ്ട് ഏറ്റവും ക്രിയാത്മകമായി, ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള ഒരു തലമുറ, അങ്ങനെ ഉള്ള കുട്ടികളുടെ ഒരു സംഘം, അങ്ങനെയുള്ള ഒരു സമൂഹം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ അവസ്ഥകളൊക്കെ മാറേണ്ടതുണ്ട്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം.